അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ താരീഖ് എന്ന വിഷയമാണ്. 1. യോജിച്ചവ ചേർക്കാൻ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ബ്രാക്കറ്റിലുള്ളതൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ഖുറൈശികൾ പറഞ്ഞു 3000, ഹംസ റളിയല്ലാഹു അൻഹു, ബൈലാ, അബൂ ജഹൽ, ഖുസാഅത്ത് ഗോത്രം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുതിര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുതിരൻ്റെ പേരെന്താണ്? ബൈലാ. എന്താണ് ഉത്തരം? ബൈലാ. 2. മുസ്ലിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്നു ഡാഷ്. മുസ്ലിങ്ങളുടെ സഖ്യകക്ഷിയായിരുന്നു. അപ്പോൾ അവിടെ ഏതാ യോജിച്ചത്? ഖുസാഅത്ത് ഗോത്രം. ഉത്തരം ഖുസാഅത്ത് ഗോത്രം. 3. നീ തവാഫ് ചെയ്യുക, മറ്റാരെയും അനുവദിക്കുകയില്ല. ആരാണ് അങ്ങനെ പറഞ്ഞത്? ഖുറൈശികൾ പറഞ്ഞു. നീ തവാഫ് ചെയ്യുക, മറ്റാരെയും അനുവദിക്കുകയില്ല. ഉത്തരം ഖുറൈശികൾ പറഞ്ഞു. 4. കിടങ്ങ കീറിയ സ്വഹാബികൾ ഡാഷ്. കിടങ്ങ കീറിയ സ്വഹാബികൾ എത്രണ്ണായിരുന്നു? ഉത്തരം 3000 സ്വഹാബികളാണ് കിടങ്ങി കീറിയത്. 5. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതൃവ്യൻ ആരാണ്? ഹംസ റളിയല്ലാഹു അൻഹു. ഉത്തരം എന്താണ്? ഹംസ റളിയല്ലാഹു അൻഹു. 6. ബദറിൽ കൊല്ലപ്പെട്ടത് ഡാഷ്. ബദറിൽ ആരാണ് കൊല്ലപ്പെട്ടത്? അബൂ ജഹൽ. അബൂ ജഹലാണ് ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. 2. ഹിജ്റ വർഷവും മാസവും എഴുതാം. ഹിജ്റ വർഷവും മാസവും എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഉഹുദ് യുദ്ധം ഉണ്ടായത്. ഉഹുദ് യുദ്ധം ഉണ്ടായതാണ് ചോദിച്ചത്. അപ്പോൾ ഹിജ്റ വർഷവും മാസവും എഴുതാനാണ്. അപ്പോൾ ഉഹുദ് യുദ്ധം ഉണ്ടായത് ഏത് ഹിജ്റ എത്ര വർഷത്തിലാണ്? 3-ാം വർഷത്തിലാണ്. മാസം ഏതാണ്? ഷവ്വാൽ. അപ്പോൾ എങ്ങനെയാണ്? ഉഹുദ് യുദ്ധം ഉണ്ടായത് 3-ാം വർഷം ഹിജ്റ, മാസം ഷവ്വാൽ. 2. മക്ക വിജയം. മക്ക വിജയം ഏത് ഹിജ്റ വർഷത്തിലാണ്? 8-ാം വർഷത്തിലാണ്. ഹിജ്റ 8-ാം വർഷം, മാസം ഏതാണ്? റമളാനിലാണ് കേട്ടോ. അത് മനസ്സിലായില്ലേ? 3. ഖൈബർ ഉപരോധം. ഖൈബർ ഉപരോധം ഏത് ഹിജ്റ വർഷത്തിലാണ്? ഹിജ്റ 7-ാം വർഷം, മാസം ഏതാണ്? മുഹറം. ഹിജ്റ 7-ാം വർഷവും മാസം മുഹറം മാസത്തിലുമാണ് ഖൈബർ ഉപരോധം. 4. ഹുദൈബിയ കരാറ്. അപ്പോൾ ഏത് ഹിജ്റ വർഷത്തിലാണ്? ഹിജ്റ 6-ാം വർഷം, മാസം ഏതാണ്? ദുൽഖഅദ്. ഏതാണ്? ദുൽഖഅദ്. 3. പൂർത്തിയാക്കാം ഉള്ളതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഹന്തക്കിന് ഡാഷ്. ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ ഹന്തക്കിന് അഹ്സാബ് എന്നും പേരുണ്ട്. എന്താണ് ഉത്തരം? അഹ്സാബ് എന്നും പേരുണ്ട്. 2. യുദ്ധവും അക്രമവും ഒരിക്കലും ഇസ്ലാം ഡാഷ്. എന്താണ് ചോദ്യം? യുദ്ധവും അക്രമവും ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഉത്തരം എന്താണ്? പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. 3. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് പറയും ഡാഷ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് പറയും. എന്താണ് പറയലേ? ഒസ്വത്ത്. എന്താണ്? ഒസ്വത്ത്. 4. ഉത്തരം എഴുതാം. 1. മക്ക വിജയത്തിൻ്റെ പ്രത്യേകതയാണിത്. ഏത് മക്ക വിജയത്തിൻ്റെ പ്രത്യേകതയാണിത്? ഏതാണ് പ്രത്യേകത? ഉത്തരം പിറന്ന നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തിരിച്ചെത്തിയ ദിവസം, മുശ്രിക്കുകളുടെ അധീനത്തിൽ നിന്ന് പരിശുദ്ധ കഅബ മോചിതമായ ദിവസം. എന്താണ് ഉത്തരം? പിറന്ന നാട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തിരിച്ചെത്തിയ ദിവസം, മുശ്രിക്കുകളുടെ അധീനത്തിൽ നിന്ന് പരിശുദ്ധ കഅബ മോചിതമായ ദിവസം. 2ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഹൈബറിൽ നിന്ന് ലഭിച്ച അനീമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്താണ് ചെയ്തത്? ഉത്തരം സ്വഹാബികൾക്ക് ഭാഗിച്ചു കൊടുത്തു. എന്താണ്? സ്വഹാബികൾക്ക് ഭാഗിച്ചു കൊടുത്തു. 3. ഹിജ്റ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു. എന്തായിരുന്നു ഉദ്ദേശം? എന്തിനായിരുന്നു ഹിജ്റ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടത്? ഉത്തരം ഉംറ ചെയ്യാൻ. ഉംറ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ മക്കയിലേക്ക് പുറപ്പെട്ടത് ഹിജ്റ 6-ാം വർഷം. 4. ഖൈബർ എന്ന പ്രദേശം എവിടെയാണ്? ഖൈബർ എന്ന പ്രദേശം എവിടെയാണ്? ഉത്തരം മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള പ്രദേശമാണ് ഖൈബർ. എന്താണ്? മദീനയുടെയും ഷാമിൻ്റെയും ഇടയിലുള്ള പ്രദേശമാണ് ഖൈബർ. 5. മക്കയിൽ നിന്ന് ഹുദൈബിലേക്കുള്ള ദൂരം എത്രയാണ്? ഉത്തരം എന്താണ്? 50 മൈൽ. എന്താണ്? 50 മൈൽ. 5 പൂരിപ്പിക്കാം. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യന് വായിച്ചു നോക്കാം. വക്കുൽ ജാഅ ഡാഷ് വസഹക ഡാഷ് ഇന്ന ഡാഷ് സഹൂക്കൻ. അപ്പോൾ എങ്ങനെയാണ് ഉത്തരം വരുന്നത്? വക്കുൽ ജാഹൽ ഹക്കു വസഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക്കൻ. എന്താണ്? വക്കുൽ ജാഹൽ ഹക്കു വസഹക്കൽ ബാത്തിലു ഇന്നൽ ബാത്തില കാന സഹൂക്ക. 2. വമൻ ദഖലൽ മസ്ജിദ് ഡാഷ് വമൻ അഅലക ഡാഷ് ഫഹുവ ആമിനുൻ.
അപ്പോൾ എന്താണ് അവിടെ ഉത്തരം വരുന്നത്? വമൻ ദഹലൽ മസ്ജിദ് ഫഹുവ ആമിനു വമൻ അലക അലൈഹി ബാബഹു ഫഹുവ ആമിനു. 6 രണ്ടെണ്ണം എഴുതാനാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹുദൈബിയ സന്ധി വ്യവസ്ഥതകൾ. എന്തൊക്കെയാണ് ഹുദൈബിയ സന്ധി വ്യവസ്ഥതകൾ? ഉത്തരം: മുസ്ലിംകൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക. ഒന്നെന്താണ്? മുസ്ലിമുകൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക. 2, അടുത്ത വർഷം ഉംറ നിർവഹിക്കാം, 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല. എന്താണ് രണ്ടാമത്തേത്? അടുത്ത വർഷം ഉംറ നിർവഹിക്കാം, 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല. 7ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എണ്ണം എഴുതാനാണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഖൈബറിൽ ഷഹീദായ സ്വഹാബികൾ. ഖൈബറിൽ എത്ര സ്വഹാബികളാണ് ഷഹീദായത്? 15. 2, ഉഹദിൽ ഷഹീദായ സ്വഹാബികൾ. ഉഹദിൽ എത്ര സ്വഹാബികളാണ് ഷഹീദായത്? 70. 3, ഉഹദിൽ മുസ്ലിം പക്ഷത്ത് നിന്ന് വഴിയിൽ വെച്ച് മടങ്ങിയവർ. വഴിയിൽ വെച്ച് മടങ്ങിയവർ എത്ര ആൾക്കാരാണ്? 300. 4, ഉഹദിൽ ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടവർ. എത്ര ആളാണ് ശത്രുക്കളിൽ നിന്ന് കൊല്ലപ്പെട്ടത്? 23. 5, ബദറിൽ സ്വഹാബികളിൽ ഷഹീദായവർ. ബദറിൽ സ്വഹാബികളിൽ ഷഹീദായവർ 14. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിക്കണേ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.